എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസിൻ്റെ റെസിപ്പി കാണാം. അതിനായിട്ട് 1/2 കപ്പ് ചെറു ചൂടുവെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. കുബൂസിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഈസ്റ്റിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് അപ്പം തന്നെ എല്ലാം കൂടെ കുഴച്ചിട്ട് ഒരുമിച്ചാക്കി എടുക്കണം. ഇപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കി എടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം മൈദ ഇങ്ങനെ വിതറിയിടാം. ആ പൊടിയുടെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഉള്ളിലേക്ക് പ്രസ് ചെയ്തിട്ട് മടക്കിയെടുക്കാം. ഒരു 10-15 മിനിറ്റോളം നന്നായിട്ട് ഇതിങ്ങനെ തന്നെ കുഴച്ചെടുക്കണം. തുടക്കം ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് എടുക്കുമ്പോൾ ആ ഒട്ടിപ്പിടിക്കൽ അങ്ങ് കുറഞ്ഞോളും. ഈ മാവ് സോഫ്റ്റായിട്ട് വരുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. അല്പം പോലും കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പരുവം വരെ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം. ഇപ്പം മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് അല്പം പോലും കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ ഉള്ളിലേക്ക് മടക്കി എടുക്കണം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ നന്നായിട്ട് എണ്ണ തടവിയെടുക്കാം. മാവ് പൊന്തി വരുമ്പോൾ സൈഡിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണ തടവുന്നത്. അല്പം എണ്ണ മാവിൻ്റെ മുകളിലും ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും. ഇനി ഇതൊരു കിച്ചൺ ടവൽ വെച്ച് കവർ ചെയ്തിട്ട് 1.5 മുതൽ 2 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു. മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതധികം കുഴയ്ക്കൊന്നും ചെയ്യരുത്. ഇത് നമുക്ക് ഉള്ളിലേക്ക് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് നീളത്തിൽ ഉരുട്ടിയെടുക്കാം, മുറിച്ചെടുക്കാനുള്ള എളുപ്പത്തിന്. നമുക്കിനി ഇത് മുറിച്ചെടുക്കാം. ഞാനിത് 6 ആക്കിയാണ് കേട്ടോ മുറിക്കുന്നത്. ആദ്യത്തെ അവസാനത്തെയും ചെറുതായതുകൊണ്ട് നമുക്കത് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഓരോ കഷ്ണവും ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ടൊരു ബോൾ മാതിരി എടുക്കാം. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അതിനായിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് അല്പം മാവ് വിതറാം. എന്നിട്ടൊരു ചപ്പാത്തി കോല് വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തണ പോലെയല്ല, അതിലും കുറച്ചുകൂടെ കട്ടിയിൽ വേണം പരത്താൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ വേണം പരത്താൻ വേണ്ടിയിട്ടാ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ പരത്തിയെടുക്കാം. ഇപ്പോൾ 6 എണ്ണവും ഞാൻ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ആ മാവ് അല്പം കൂടെ പൊങ്ങി വരും. ഇത് നിർബന്ധമായിട്ടും ചെയ്യണം, അല്ലെങ്കിൽ കുബൂസ് ശരിയായിട്ട് വരില്ല. തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഇതൊരു പ്ലേറ്റിലാക്കിയിട്ട് ഒന്നുകിൽ അവനിലോ അല്ലെങ്കിൽ അടുപ്പിൻ്റെ സൈഡിലോ വെക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇത് ചുട്ടെടുക്കാം. പാൻ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഒരു 2-3 മിനിറ്റ്. ചൂടായ പാനിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് അപ്പം തന്നെ എടുത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സൈഡിലും ബബിൾസ് വരുമ്പോൾ അത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കണം. വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം.
ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്നുകിൽ അത് തന്നെ പൊന്തി വരും, അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ച് ഇങ്ങനെ പയ്യെ പയ്യെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊങ്ങി വന്ന് ഒരു ബോൾ പോലെ കിട്ടും. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് അപ്പം തന്നെ ഒരു കിച്ചൺ ടവൽ വെച്ച് മൂടി വെച്ച് കൊടുക്കാം. പാനിലേക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. അത് ഇതുപോലെ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തനിയെ തന്നെ പൊന്തി വരുന്നുണ്ട്. ഇങ്ങനെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാ കുബൂസും ഇതേപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഷവർമ ഉണ്ടാക്കി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ.